തൊഴിലാളി സർക്കാരിനെ താഴെ ഇറക്കാൻ തൊഴിലാളിയാണെന്ന് മറന്നുകൊണ്ട് വോട്ട് ചെയ്തവർക്ക് ദേ അടുത്ത പണി വരുന്നുണ്ട്. കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽഡ്രോപ്പ് എന്ന കമ്പനി ഒറ്റയടിക്ക് 300 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഇത്രയും കാലം നിങ്ങൾ IT ജീവനക്കാരായിരുന്നു, ടെക്കുകളായിരുന്നു. കുറച്ചുപേർ പ്രൈവറ്റ് ബസ് ജീവനക്കാരായിരുന്നു. ഇവർക്കെല്ലാം തൊഴിലാളി എന്ന വാക്കിന് പുച്ഛമായിരുന്നു. അതുകൊണ്ട് തൊഴിലാളി സർക്കാർ ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് മുതലാളി സർക്കാർ മതി എന്ന് തീരുമാനിച്ചു. നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിലെ മുതലാളിമാർക്കെല്ലാം ഒറ്റയടിക്ക് ഓരോ സ്ഥാപനത്തിൽ നിന്ന് കൂട്ടത്തോടെ തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ്. ഇപ്പോ കൊച്ചിയിലെ ടാൽഡ്രോപ്പ് കമ്പനിയിൽ നിന്നാണ് പുതിയ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോടും കൊച്ചിയിലുമായിട്ട് 300ഓളം ജീവനക്കാരെ ഒറ്റയടിക്ക് മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനം പിരിച്ചുവിട്ടു. കാര്യം, മുതലാളിക്ക് മുന്നിൽ ഇത്രയും കാലം പ്രതിഷേധിക്കാൻ സംഘടനയൊന്നും പാടില്ല, തൊഴിലാളി സംഘടനയാണ്. അവന്മാരെന്ന് പറഞ്ഞ കൾച്ചർ ഇല്ലാത്തവരാണ്, ഞങ്ങൾ ടെക്കുകളാണ്, IT ജീവനക്കാരാണെന്നൊക്കെ സ്വയം കരുതി ഞങ്ങൾ എന്തിനാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിലൊക്കെ പോയി പങ്കെടുക്കുന്നത്, അതൊക്കെ മോശമാണെന്ന് കരുതിയിരുന്നവർക്ക് ഇനി നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ ആരുണ്ട്? കൊച്ചി അസ്ത്രമായി ടാൽഡ്രോപ്പ് കമ്പനിയിലേക്ക് പ്രതിഷേധവുമായി ജീവനക്കാരെത്തുകയാണ്. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതിലാണ് വലിയ പ്രതിഷേധമുയരുന്നത്. 300ഓളം ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കാനുണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ടാൽഡ്രോപ്പ് എന്ന കമ്പനിയിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നോട്ടീസ് നൽകി എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ നീങ്ങിയിരിക്കുകയാണ്. പിരിച്ചുവിടുന്ന നോട്ടീസ് ആയിട്ടുണ്ട്. മീൻസ് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ എന്താക്കും, നിങ്ങൾ ഇതിൽ റിസൈൻ ചെയ്യണമെന്ന് രീതിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. പക്ഷേ അതിന് പുറമെ സാലറി എന്ന് പറയുന്ന സംഭവത്തിൽ വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത പൈസയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഇന്നത് വേണമെന്ന് ഒരിക്കലും അങ്ങനെ പറയല്ല. നമ്മൾ പണിയെടുത്ത് ഒരു 11 മാസം നമ്മളിതിൽ വർക്ക് ചെയ്ത പൈസ നമ്മൾ അവരോട് ചോദിക്കുന്നത്. ആ ഒരു പൈസ അതിന് ശേഷം അവർക്ക് എന്താക്കാം, നമ്മൾ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് പിന്നെയും ഓക്കെ ശരിയെന്ന് വിചാരിക്കും. പക്ഷേ ഇത്രയും കാലമായിട്ട് അവർ നമ്മൾ വർക്ക് ചെയ്ത പൈസയോ അല്ലെങ്കിൽ ഒരു കാര്യം എന്റെ പേഴ്സണലി പറയണമെങ്കിൽ 11 മാസം സാലറി പെൻഡിംഗ് ആണ്. ഇവിടെ മാക്സിമം 11 മാസം മുതൽ 6 മാസം മുതൽ 11 മാസം വരെ എല്ലാവർക്കും പെൻഡിംഗ് ആണ് ഇവിടെ സാലറി. അവർ ഇപ്പം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വാറന്റ് ഇഷ്യൂ കൊണ്ടാണ് സാലറി പെൻഡിംഗ് തരാൻ പറ്റുന്നത് അവർ പറഞ്ഞു. പിരിച്ചുവിടാന്നുള്ള കാരണം അവർ പറഞ്ഞത് AI കാര്യം എന്നാ പറഞ്ഞത്. ദുബായിലെ വാറന്റ് ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ ഫണ്ടും കാര്യങ്ങളും നടക്കാത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ജൂലൈ 2025 മുതൽ തന്നെ ഈ സാലറി ഇഷ്യൂസ് ഉള്ള പെൻഡിംഗ് ഉള്ള ആളുകളുണ്ട്. അവരടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാറന്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഫണ്ട് വരാത്തെന്ന് പറഞ്ഞു. ഇപ്പോ ഫ്ലക്സും പിടിച്ച് പ്രതിഷേധിക്കാനായിട്ട് ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പ്രതിഷേധം, പണിമുടക്ക്, ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ ഒരുതരം പുച്ഛമായിരുന്നല്ലോ. ഇവനൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചവരായിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ട്? ഭൂരിപക്ഷം പേരെ അല്ല അടച്ചധിക്ഷേപിച്ച് പറയുന്നത്. പക്ഷേ വലിയൊരു വിഭാഗത്തിന്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു. എന്തിനാണ് ഇവിടെ ട്രേഡ് യൂണിയനൊക്കെ? അത് ഓരോ കമ്പനികളെ തുലയ്ക്കാനാണ് അത്ര. ആ ട്രേഡ് യൂണിയനുകൾ ഒരു കാലത്തുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല അവകാശങ്ങളും കിട്ടിയത്. അതൊക്കെ മുതലാളി ഔദാര്യമായി തരുന്നതാണ്. മുതലാളിയെയാണ് വന്ദിക്കേണ്ടത്, ഈ തൊഴിലാളി സംഘടനകളെ അല്ല, രാഷ്ട്രീയക്കാരെ അല്ല എന്ന് കരുതിയിരുന്നവർക്ക് ഇപ്പോ രാഷ്ട്രീയം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥ. എന്തുകൊണ്ട്? മുതലാളിമാരെല്ലാം ഇങ്ങനെയാണ്. അവർക്ക് ലാഭത്തിൽ മാത്രമേ കണ്ണുള്ളൂ, അല്ലാതെ തൊഴിലാളിയുടെ കുടുംബം എന്ത്, തൊഴിലാളി എന്ത്, അവൻ നശിച്ചാൽ എന്ത്. ഈ മനോഭാവമുള്ള മുതലാളിമാരെ കഴിഞ്ഞ 10 വർഷം തൊഴിലാളി സർക്കാർ ഇവിടെ ഭരിച്ചപ്പോ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം വന്നിരുന്നില്ല. കാര്യം, അങ്ങനെ നടപടി എടുത്താൽ അത് പെട്ടെന്ന് അങ്ങോട്ട് വർക്കൗട്ട് ആകില്ല എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അവർ വിദഗ്ധമായിട്ട് മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ ടെക്കുകളാക്കിയും ജീവനക്കാരൊക്കെ ആക്കി IT പ്രൊഫഷണൽ എന്ന മധുര പേരൊക്കെ തന്ന് ഒരു യൂണിയൻ പ്രവർത്തനങ്ങൾക്കും അനുവദിക്കാതെ അടിമകളാക്കി അവിടെ നിലകൊള്ളിച്ചു. അവർക്ക് ഈ സർക്കാരിനെ മാറ്റണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. കാര്യം, പിരിച്ചുവിടൽ നടത്തിയാൽ ഇവിടെ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളെല്ലാം തൊഴിലാളി പാർട്ടിക്ക് ഒപ്പമാണ് ഉണ്ടായിരുന്നത്. അവർ പ്രതിഷേധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും സർക്കാർ കൂടി അവരാണെങ്കിൽ നമുക്കെതിരെ ശക്തമായ നടപടികൾ വരും. അത് ഭയന്ന് ചെയ്തില്ല. നിങ്ങളോട് ചിരിക്കാത്ത ഒരു തൊഴിലാളിയാണ് ഈ നാട്ടിൽ ഭരിക്കുന്നത്. അയാളല്ല ഉന്നത കുലനായിട്ടുള്ള മേനോന്മാർ ഭരിക്കാൻ വന്നാലേ നാട് നന്നാകൂ എന്ന് വിചാരിച്ചെടുത്ത് ഓരോ കുടുംബങ്ങളിൽ എത്ര പെട്ടെന്നാണ് ഇരുൾ പടർന്ന് കയറുന്നു നോക്കി. ഇനി എവിടെയെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഒരു മനസാക്ഷിയുമില്ലാതെ കമ്പനികൾ ഇങ്ങനെ പിരിച്ചുവിടൽ നടത്തുമ്പോൾ ആ ചിരിക്കുന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു ഡയലോഗ് പറഞ്ഞോ എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് വെളുക്കെ ചിരിക്കുന്നവർ വന്നാൽ അത് നിങ്ങളുടെ കരച്ചിലിന് അവസരമുണ്ടാക്കുമെന്ന് ഒരിക്കലും അറിഞ്ഞില്ല. അന്ന് തൊഴിലാളി സർക്കാരിന്റെ ഭാഗമായിരുന്നവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങൾ തോറ്റാൽ തോൽക്കുന്നത് നിങ്ങളായിരിക്കുമെന്ന്. ഇപ്പോ തോൽക്കുന്നുണ്ടോ? അനുഭവിച്ചറിയുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം,
നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ കുഴിയെടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കലായി ആലോചിക്കൂ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വേണ്ടത്? എന്തുകൊണ്ടാണ് യൂണിയൻ വേണ്ടത്? എന്തുകൊണ്ടാണ് സംഘടനകൾ വേണ്ടത്? ഇതൊന്നുമില്ലെങ്കിൽ മുതലാളിമാരുടെ ഭരണം വന്നു കഴിഞ്ഞാൽ തൊഴിലാളിയായിട്ടുള്ളവന് എല്ലാ അവകാശങ്ങളും റദ്ദാക്കിക്കൊണ്ട് ഒരു ദിവസം ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയം ഈ സമൂഹത്തിൽ അത്തരം പ്രതിസന്ധി നേരിടുന്ന മനുഷ്യരെ പിടിച്ചു നിർത്താനും അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനും ആവശ്യമാണെന്ന് ഇനിയെങ്കിലും ടെക്കുകൾ എന്ന മനോഭാവത്തിൽ നിന്ന് തൊഴിലാളികൾ, ഏത് തൊഴിലാളികൾ, IT തൊഴിലാളികൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകും. അല്ലാതെ മറ്റൊരു പോംവഴിക്കും ചിരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഒരു ചുക്കും ചെയ്യില്ല.